ഹലോ ഗുഡ് ഈവനിങ്, വെൽക്കം ടു ADA24/7 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മുടെ EWS സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണ്, നമുക്ക് EWS സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്. അപ്പോൾ EWS എന്താ നമുക്കറിയണം അല്ലേ. അപ്പോൾ വാട്ട് ഈസ് EWS? എന്താണ് EWS? EWS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആണ് EWS എന്ന് പറയുന്നത് അല്ലേ. അതായത് SC ST OBC ഇത് മൂന്നും റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ്. അപ്പോൾ ഈ കാറ്റഗറീസ് ഒഴിച്ച് അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിന് ഇപ്പോൾ വന്ന റിസർവേഷനിലുള്ളതാണ് EWS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ SC ST OBCയിലുള്ള ഇപ്പോൾ നോൺ ക്രീമി ലെയർ ആയാലും ക്രീമി ലെയർ ആയിരുന്നാലും അവർക്ക് ഈ പറയുന്ന EWS കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓൺലി അൺറിസർവ്ഡ് കാറ്റഗറിക്ക് മാത്രമേ EWSൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഇത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മറികടക്കേണ്ടി വരും. കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒരാൾക്ക് EWS സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് വോട്ട് ആർ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താന്ന് നോക്കാം അല്ലേ. ആദ്യം എന്താണ്? ബി എ ജനറൽ കാറ്റഗറി സിറ്റിസൺ, അതായത് ഒരു UR കാറ്റഗറി സിറ്റിസൺ ആയിരിക്കണം, ഒരു അൺറിസർവ്ഡ് കാറ്റഗറി സിറ്റിസൺ ആയിരിക്കണം. നെക്സ്റ്റ്, നോട്ട് ബിലോങ് ടു എനി റിസർവ്ഡ് കാറ്റഗറീസ്, വേറെ റിസർവ്ഡ് കാറ്റഗറീസിലൊന്നും പെടാത്തവരായിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ആനുവൽ ഫാമിലി ഇൻകം ബിലോ 8 lakhs, 8 ലക്ഷത്തിന് താഴെ ആനുവൽ ഫാമിലി ഇൻകം ഉണ്ടായവരായിരിക്കണം. ഓക്കെ, 8 ലക്ഷത്തിന് താഴെയാണ് ആനുവൽ, വർഷം 8 ലക്ഷത്തിന് താഴെ ഇൻകം ഉള്ള ആളായിരിക്കണം. അതുപോലെ നോട്ട് ഓൺ എനി ഓഫ് ദ ഫോളോയിങ് അസറ്റ്, ഈ താഴെ തന്നിരിക്കുന്ന കുറച്ച് അസറ്റ്സ് ഉണ്ട്, അതൊന്നും നിങ്ങൾ ബിലോങ് ചെയ്യാൻ പാടില്ല. അതായത് അഗ്രികൾച്ചറൽ ലാൻഡ് ഓഫ് മോർ ദാൻ 5 acres, 5 ഏക്കറിന് മേലെ ഉള്ള അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഓഫ് മോർ ദാൻ 1000 square feet, ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്താണ് നിബന്ധനകളാണ്. ഇതും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ EWS സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഉണ്ടായിരിക്കണം. ആ ഫ്ലാറ്റ് അല്ലെങ്കിൽ വീട്, നമ്മുടെ റെസിഡൻഷ്യൽ നമ്മൾ എവിടെ താമസിക്കുന്നു ആ വീട് 1000 square feet മേലെ വരാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അടുത്ത് റെസിഡൻഷ്യൽ പ്ലോട്ട്, നമ്മളെ വീട് ഇരിക്കുന്ന പ്ലോട്ട്, ആ പ്ലോട്ട് 100 square yards ആയിരിക്കണം. എവിടെയാണ്? നോട്ടഡ് മുനിസിപ്പാലിറ്റീസ്. അപ്പോൾ മുനിസിപ്പാലിറ്റി ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ 100 square yardsലായിരിക്കണം ഈ പറയുന്ന പ്ലോട്ട് ഇരിക്കേണ്ടത്, അതായത് നമ്മളെ വീട് സ്ഥിതി ചെയ്യുന്ന ആ പ്ലോട്ട് ഇരിക്കേണ്ടത്. ഇനി നമ്മുടെ മുനിസിപ്പാലിറ്റീസിലല്ല, ഇപ്പോൾ നമുക്ക് എന്താണ് പഞ്ചായത്തിൽ ഒക്കെ വീടുള്ള അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ വരുന്ന വീട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 200 square yardsന്റെ കാര്യവും അവരുടെ വീട് ഇരിക്കേണ്ട സ്ഥലം 200 square yards ആണെന്നും പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ ഈസി അല്ലേ എന്ന്. ഇത് ഒരിക്കലും നമുക്ക് ഈസി ആയിട്ട് വരുന്നൊരു കാര്യമല്ല. ഇത് നല്ല ഹാർഡായിട്ട് വരുന്ന, അതായത് കുറച്ച് ടഫസ്റ്റ് ആയിട്ട് വരുന്ന റൂൾസാണ് ഈ പറയുന്നത്. പൊതുവെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്, നമ്മുടെ കേരള സ്റ്റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ്, അതായത് നമ്മുടെ വീട് 1000 square feet മേലെ വളരെ ചുരുക്കം മാത്രമേ, താഴെ വരുന്ന വീടുകൾ വളരെ ചുരുക്കം മാത്രമേ കാണുള്ളൂ. അതുപോലെ വീടിരിക്കുന്ന സ്ഥലവും ഈ പറയുന്ന 100 square yards എന്ന് പറയുമ്പോൾ മേ ബി ഒരു 3 സെന്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ 100 square yard അതോ ആണെന്ന് തോന്നുന്നു, 3 സെന്റോ 5 സെന്റോ സംതിങ് ആണ് ഈ പറയുന്ന 100 square yardsഉം 200 square yardsഉം. അത് വളരെ ഭയങ്കര റെയർ ആയിട്ട് വരുന്ന ഒരു കേസാണ്. നമ്മുടെ കേരള അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന കണ്ടീഷൻസ് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. പക്ഷെ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും EWS UR കാറ്റഗറിയിലുള്ള എല്ലാവർക്കും EWS സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കിട്ടാതെ. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് കിട്ടാറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്രയും വലിയ എന്താണ് കണ്ടീഷൻസും കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് ബെനിഫിറ്റ്സ് ഓഫ് EWS എന്താണ്? EWS കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നുള്ളതാണ് വേറൊന്നുമില്ല. 10% റിസർവേഷൻ ഉണ്ടാവും നമ്മുടെ ഗവൺമെന്റ് ജോബ്സിനും അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും 10% റിസർവേഷൻ നമുക്കുണ്ടാവും.
കൂടാതെ റിലാക്സേഷൻ ഇൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ സർട്ടൺ എക്സാംസ് ആൻഡ് സ്കോളർഷിപ്സ്. അതായത് ഇപ്പം നമ്മുടെ നീറ്റ് അതുപോലെ JEE വരുന്ന സെൻട്രൽ എക്സാംസ് ഉണ്ടല്ലോ, അതിൻ്റെ അത് പിന്നെ അതുപോലെ സ്കോളർഷിപ്പിന് അതിനൊക്കെ ഉള്ള റിലാക്സേഷൻ ഉണ്ടാവും EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എങ്ങനെയാണ് EWS സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുക? കുറച്ച് കാര്യങ്ങളുണ്ട്. EWS സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ EWS സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് തഹസിൽദാറിന് മേലോട്ടുള്ള പദവിയിലുള്ള ആൾക്കാർ സർട്ടിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ മെയിൻലി നമ്മൾ കൊടുക്കുന്നത് താലൂക്ക് ഓഫീസിലായിരിക്കും അല്ലേ, തഹസിൽദാർ സർട്ടിഫൈ ചെയ്തതായിരിക്കും നമ്മൾ മേടിക്കുന്നത്. അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് വരുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അങ്ങനെ വരുന്ന പോസ്റ്റുകളിൽ വരുന്ന ആൾക്കാർ സർട്ടിഫിക്കറ്റ് ചെയ്യണം. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ EWS സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസറിന്റെ സർട്ടിഫിക്കേഷൻ മാത്രം മതിയാവും. ഇനി എന്തൊക്കെയാണ് നമ്മൾ ആദ്യം കാണേണ്ടത് വില്ലേജ് ഓഫീസറിനെയാണ്. അപ്പോൾ വില്ലേജ് ഓഫീസർ സർട്ടിഫൈ ചെയ്തിട്ടാണ് താലൂക്ക് ഓഫീസിലേക്ക് അയക്കുന്നത്. അപ്പോൾ വില്ലേജ് ഓഫീസറിന് അവിടെ നമ്മളൊരു EWS സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് നമ്മൾ സമീപിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ആദ്യം ഒരു ഫോമാറ്റ് ഉണ്ട്, നമുക്കൊരു EWS ഫോമാറ്റ് ഉണ്ട്, റെയിൽവേയുടെ ഫോമാറ്റ്, റെയിൽവേ നോട്ടിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആ ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കണം. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിനൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ വേണം? ആധാർ കാർഡ് വേണം. ആരാണോ അപ്ലൈ ചെയ്യുന്നത് അയാളുടെ ആധാർ കാർഡ് വേണം. നെക്സ്റ്റ് എന്താ വേണ്ടത്? റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡ് എന്താണ്? നമ്മളിപ്പോൾ ഏത് വീടാണ്, നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്, അതുപോലെ ആ റേഷൻ കാർഡിന്റെ വരുമാനം കാര്യങ്ങളൊക്കെ നോക്കും. അതിന് വേണ്ടിയിട്ടാണ് റേഷൻ കാർഡ്. ഇപ്പോൾ BPL കാർഡാണോ APL കാർഡാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് നോക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല, കാരണം റേഷൻ കാർഡിന്റെ വരുമാനം വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യും. കൂടാതെ EWS സർട്ടിഫിക്കറ്റ് തന്നെ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ആണത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ്? ലാൻഡ് ടാക്സ് അടച്ചിട്ടുള്ള, അതായത് കരം തീർത്ത രസീത്. നമ്മൾ വീട് ഇരിക്കുന്ന സ്ഥലം, അതുപോലെ വീടിന്റെ കരം, അപ്പോൾ വീട്ടുകരവും അതുപോലെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെയും കരം അടച്ച റെസിപ്റ്റ് വേണം. അതും ആ വർഷം നമ്മൾ ഏത് വർഷമാണ് കൊടുക്കുന്നത് ആ വർഷത്തെ കരം തീർത്ത രസീത് നമുക്ക് വേണം. കൂടാതെ ചില വില്ലേജ് ഓഫീസുകളിൽ അവർ നമ്മുടെ വീടിന്റെ പ്ലാൻ അവർ ചോദിക്കും. എത്ര സ്ക്വയർ ഫീറ്റ് ആണുള്ള അവർ നോക്കുക. അല്ലെങ്കിൽ അവർ വന്ന് അളക്കും. നമ്മളെ വീട്ടിൽ വന്നിട്ട് ഈ പറയുന്ന സ്ക്വയർ യാർഡ്സും അതുപോലെ നമ്മുടെ സ്ഥലവും അളക്കും. ഇത്രയും ഇത്രയും സ്ക്വയർ ഫീറ്റ് ആണോ, അതോ അവർ ആ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന അത്രയും 100 സ്ക്വയർ യാർഡ്സിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് അവർ വന്ന് അളക്കും. ഇല്ലെങ്കിൽ അവർ നമ്മുടെ പ്ലാൻ ചോദിക്കുക. ആ പ്ലാൻ പ്രകാരമായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കരം തീർത്ത രസീത് വളരെ മസ്റ്റാണ്. ഈ പറയുന്ന പ്ലാൻ എന്ന് പറയുന്നത് ചില വില്ലേജ് ഓഫീസുകളിൽ അവർ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. പിന്നെന്ന് പറയുന്നത് സാലറി സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ മാരിഡ് അല്ലാത്ത ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അച്ഛന് അമ്മ, അപ്പൊ അച്ഛന് ഇപ്പോൾ ഗവൺമെന്റ് ജോലിയുണ്ട്, അല്ലെങ്കിൽ ഏത് ജോലിയായിരുന്നാലും ഒരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയുള്ള അച്ഛനും അമ്മയും ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കും. അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ അവരുടെ സാലറി സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കും. കാരണം ഇൻകം എത്രയുണ്ട്, ആ ഫാമിലിയിലെ ഇൻകം എത്രയുണ്ടെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് സാലറി സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നത്. കൂടാതെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർ ചെക്ക് ചെയ്യും. അത് ചില വില്ലേജ് ഓഫീസുകളിൽ അവർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും. ഇനി മാരിഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ മീൻസ് നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് റേഷൻ കാർഡ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് എത്ര പ്രോപ്പർട്ടി ഉണ്ടെന്ന് അവർ നോക്കും. നമ്മുടെ ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടി നോക്കും, നമ്മുടെ ഹസ്ബൻഡിന്റെ ജോലി നോക്കും, അതിന്റെ ഇൻകം നോക്കും, കൂടാതെ നമ്മുടെ അച്ഛന്റെ ഇൻകം അത് നോക്കും. നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഇൻകം ഉണ്ടെങ്കിൽ അതും അവർ നോക്കും. എല്ലാം 8 ലക്ഷത്തിന് താഴെ നിൽക്കണം. ഇപ്പോൾ ഫാമിലിയുടെ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിന്റെ ഇൻകം, അച്ഛന്റെ അമ്മ, ഇത്രയും വരുന്ന ഇൻകം അവർ നോക്കും. അത് അത്രയും കൂടി ചേർന്നിട്ടാണ് 8 ലക്ഷത്തിന് താഴെ വരേണ്ടത്. കൂടാതെ പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടി നോക്കും, അച്ഛന്റെ അമ്മയുടെയും പ്രോപ്പർട്ടി നോക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 മക്കളുണ്ട്. അവർക്ക് ഒരാൾക്കാണ് ഇപ്പോൾ പറയുന്ന, ഇപ്പം എനിക്ക് എൻ്റെ ഒരു സിബ്ലിംഗ് ഉണ്ട്. അപ്പം പുള്ളിക്കാരിക്കാണ് എൻ്റെ അച്ഛനും അമ്മയും വീട് കൊടുത്തതെങ്കിൽ അതിന് പുറമെ വേറെ വസ്തുക്കളുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എടുക്കുന്നത്.
18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സിബ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കണക്കാക്കില്ല. അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സിബ്ലിംഗ് ആണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ഇതിൽ കണക്കാക്കില്ല. നമ്മുടെ അച്ഛനും അമ്മയുടെയും പേരിൽ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ ഹസ്ബൻഡിന്റെ പേരിൽ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് ഒരു ഫാമിലിയുടെ പ്രോപ്പർട്ടി അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് 5 ഏക്കറിന് താഴെ വരണം എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് വേണ്ടത്? ഫോട്ടോയും മൊബൈൽ നമ്പറും വേണം. ഓക്കെ, അത് മസ്റ്റ് ആണ്. ഫോട്ടോയും മൊബൈൽ നമ്പറും വേണം. ഇനി എന്താണ്? 10th സർട്ടിഫിക്കറ്റ്. നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് വേണം. ഇനി നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും 10th സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ 10th സർട്ടിഫിക്കറ്റ് ഇല്ല അച്ഛനും അമ്മേനും, ചിലപ്പോൾ ചിലർക്ക് 10th സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ വില്ലേജ് ഓഫീസ് പറയും. അവിടുന്ന് അത് ഓരോ ഓഫീസിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറയും. അല്ലെങ്കിൽ നമുക്ക് 10th സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് എന്തായാലും നമ്മുടെ കയ്യിൽ കാണുമല്ലോ. കൂടാതെ നമ്മുടെ അമ്മയുടെ അച്ഛനെയും കൂടെ അവർ ചോദിക്കും. അമ്മയുടെ അച്ഛൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവർ പറഞ്ഞു തരും. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിതിനകത്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ ഓരോ വില്ലേജ് ഓഫീസ് അനുസരിച്ചിരിക്കും ഇനി വേറെ അഡീഷണൽ കാര്യങ്ങൾ അവർ ചോദിക്കുന്നത്. ഓക്കെ, എല്ലാം കാരണം സെൻട്രലിന്റെ EWS എന്ന് പറയുന്നത്, സെൻട്രലിന്റെ EWS ഇപ്പോൾ നമുക്ക് ജോലിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതാണ്. പണ്ട് അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ജോലിയിൽ, ഗവൺമെന്റ് ജോലിയിലൊക്കെ ഈ ഫോൾസ് ഡോക്യുമെന്റ് ഒക്കെ കൊടുത്ത് കയറിയിട്ട് ഇപ്പൊ പിടിക്കുന്ന കേസുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇത് വളരെ വളരെ കെയർഫുൾ ആയിട്ട് ഈ പറയുന്ന, അതായത് അത് എപ്പോഴും ബാധിക്കുന്നത് ചിലപ്പം ആരാണ് ആദ്യം സർട്ടിഫൈ ചെയ്ത് കൊടുത്ത ആള് അയാൾക്കായിരിക്കും ആദ്യം ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും വില്ലേജ് ഓഫീസിലുള്ള വില്ലേജ് ഓഫീസർ വളരെ കെയർഫുൾ ആയിട്ട് ഈ സംഭവങ്ങളെല്ലാം നോക്കി ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ട് താലൂക്ക് ഓഫീസിലയക്കുള്ളൂ. താലൂക്ക് ഓഫീസിൽ നിന്ന്, അപ്പൊ വില്ലേജ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ വരും. അടുത്തുള്ള നൈബേഴ്സിന്റെ അടുത്തൊക്കെ എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊന്നും നമ്മൾ അറിയാണ്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ താലൂക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അന്വേഷണങ്ങൾ വരാം. ഇന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ളത് വരാം. ഇതിന് കൂടെ തന്നെ ചില വില്ലേജ് ഓഫീസേഴ്സ് സത്യവാങ്മൂലം അഫിഡവിറ്റ് അവര് എഴുതി വാങ്ങിക്കും. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്നത്, അതൊക്കെ ഒരു പ്രൂഫാണ് അല്ലേ. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാര്യമാണ്, അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, അവർക്കതൊരു പ്രൂഫായിട്ട് കാണിക്കാൻ വേണ്ടി ഒരു അഫിഡവിറ്റ്, അതായത് സത്യവാങ്മൂലം ഇത് എഴുതി വാങ്ങിക്കും. അങ്ങനത്തെ കാര്യവും ഇതിനകത്ത് മെയിനായിട്ട് വരുന്നുണ്ട്. അത് ചില വില്ലേജ് ഓഫീസുകളിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും ഇനി വേറെ പുറമേ ഉണ്ടെങ്കിൽ അത് ഓരോ വില്ലേജ് ഓഫീസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പൊ ഇതെല്ലാം നോക്കി ക്ലിയർ ആണ്, നമ്മൾ പെർഫെക്റ്റ്ലി ക്വാളിഫൈഡ് ആണ് EWS എന്നുണ്ടെങ്കിൽ അവർ നേരെ താലൂക്ക് ഓഫീസിലേക്ക് ലെറ്റർ ഈ ഡോക്യുമെന്റ്സ് വിത്ത് ലെറ്റർ ആയിരിക്കും അവർ അയക്കുന്നത്. അപ്പോൾ അവിടെയും അവർക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, സർട്ടിഫൈ ചെയ്ത് EWS സർട്ടിഫിക്കറ്റ് നമുക്ക് ചെയ്തു തരും. അത് 1 year വാലിഡിറ്റി ഉള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്യണം. EWS ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 13 അല്ലെ ഗ്രാജുവേറ്റ് ലെവൽ, അതിന് മുന്നേ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് കുറച്ച്, അതായത് ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇങ്ങനെയാണ് നമ്മുടെ ആ ഫോർമാറ്റ് വരുന്നത്. ഇങ്ങനെയാണ്. ഇതിനകത്ത് വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS വാലിഡ് ഫോർ ദ ഇയർ ഉണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ വരും. ഈ സർട്ടിഫിക്കറ്റ് നമ്പർ ആണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ കൊടുക്കേണ്ട നമ്പർ. ഇഷ്യൂയിങ് അതോറിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇഷ്യൂയിങ് അതോറിറ്റി ആരാണ് ഇഷ്യൂ ചെയ്ത, താലൂക്ക് ഓഫീസറാണ്. അപ്പൊ ആ ഇഷ്യൂയിങ് അതോറിറ്റി കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കണം. ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ശ്രീമതി കുമാരി ഡാഷ് son, daughter, wife of dash permanent resident of dash village street dash post office dash district dash in the state or union territory dash pin code dash whose photograph is attested below belongs to economically weaker section since the gross annual income of his or her family is below 8 lakhs for the financial year itra ee oru financial year la his or her family does not own or possess any of the following asset. ഈ പറയുന്ന അസറ്റ്സ് ഒന്നും എന്താണ് പ്രോസസ് ചെയ്യുന്നില്ല. 5 acres ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് എബവ്, റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഓഫ് 1000 square feet ആൻഡ് എബവ്, റെസിഡൻഷ്യൽ പ്ലോട്ട് ഓഫ് 100 square yards ആൻഡ് എബവ് ഇൻ ദ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസ്,
റെസിഡൻഷ്യൽ പ്ലോട്ട് ഓഫ് 200 സ്ക്വയർ യാർഡ്സ് ആൻഡ് അബവ് ഇൻ ഏരിയാസ് അതർ ദാൻ ദ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റീസ്. ഇത്രയുമാണ് കണ്ടീഷൻ. അപ്പോൾ ശ്രീമതി കുമാരി ഡാഷ് ബിലോങ്സ് ടു ദ കാസ്റ്റ് വിച്ച് ഇസ് നോട്ട് recognized as the scheduled caste, scheduled tribe and other backward classes central list. Signature, office name, designation നമ്മൾ കൊടുത്ത ഫോട്ടോ ഇവിടെ അറ്റസ്റ്റ് ചെയ്ത് തരും. ഇവിടെ സീലും കാര്യങ്ങളെല്ലാം വെച്ച് തരും. അതുപോലെ ഇവിടെ നോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻകം കവേർഡ് ഓൾ സോഴ്സസ് ദാറ്റ് ഈസ് സാലറി, അഗ്രികൾച്ചർ, ബിസിനസ്, പ്രൊഫഷൻ. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ ഇൻകം വരുന്നത്, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മ അതുപോലെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ്, ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾക്ക് ഇൻകം ആ ഒരു സോഴ്സ് ഉണ്ടോ അതെല്ലാം ഇൻകം എന്ന് പറയുന്നതിനകത്ത് വരും. ഇനി ദ ടേം ഫാമിലി എന്ന് പറഞ്ഞാൽ ഫോർ ദ പർപ്പസ് ഇൻക്ലൂഡ് ദ പേഴ്സൺ, നമ്മൾ ആരാണോ ഈ ഒരു എലിജിബിലിറ്റിക്ക് ഈ ഒരു റിസർവേഷൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു റിസർവേഷൻ സീക്ക് ചെയ്യുന്ന ആരാണോ ആ പേഴ്സന്റെ ഹിസ് ഓർ ഹർ പാരൻസ് വരും ആൻഡ് സിബ്ലിങ്സ് ബിലോ ദ ഏജ് ഓഫ് 18 years. അതുപോലെ തന്നെ സിബ്ലിങ്സും വരും. സിബ്ലിങ്സ് 18 വയസ്സിന് താഴെയുള്ള സിബ്ലിങ്സിന്റെ കാര്യമാണ്. 18 വയസ്സിന് മേലുള്ള സിബ്ലിങ്സിന് നമ്മുടെ ഫാമിലി ആയിട്ട് ആ ഒരു ഇതിൽ വരില്ല. ഓൾസോ ഹിസ് ഓർ ഹൗസ് സ്പൗസ് വരും, അതായത് ഭാര്യയോ ഭർത്താവോ, അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രൻ ബിലോ ഏജ് 18. അപ്പൊ ഇത്രയാണ് ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എൻ്റെ അമ്മ അച്ഛൻ, ഇനി 18 വയസ്സിന് താഴെ പെങ്ങളോ ആംഗ്ലയോ ഉണ്ടെങ്കിൽ അവര്, 18 വയസ്സിന് മേലാണെങ്കിൽ അവർ വരില്ല. പിന്നെ എനിക്ക് ഭർത്താവും കുട്ടികളും ഉണ്ടെങ്കിൽ അവർ, ഭർത്താവിൻ്റെ അമ്മ അച്ഛൻ അവരൊന്നും വരില്ല. ഓക്കെ, ഇത്രയാണ് ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോപ്പർട്ടി ഹെൽഡ് ബൈ എ ഫാമിലി ഇൻ ഡിഫറെന്റ് ലൊക്കേഷൻസ് ഓർ ഡിഫറെന്റ് പ്ലേസസ് ഓർ സിറ്റീസ്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഉണ്ടോ, ഏതൊക്കെ പ്ലേസുകളിലുണ്ടോ, ഏതൊക്കെ സിറ്റീസുകളിലുണ്ടോ അതെല്ലാം അവർ കണക്കാക്കും. ഹാവ് ബീൻ ക്ലബ്ഡ് വൈൽ അപ്ലൈയിങ് ലാൻഡ് ഓർ പ്രോപ്പർട്ടി ഹോൾഡിംഗ് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ EWS സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ കരന്തേത്ത രസീത് അവർ കൊടുക്കുക. അപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് അവർ EWS സ്റ്റാറ്റസ് അവർ നോക്കുന്നത്. അതോറിറ്റി കോമ്പിറ്റന്റ് ടു ഇഷ്യൂ, ഇത് തരുന്ന അതോറിറ്റി ഏതാണ്? ഒന്ന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതുമല്ലെങ്കിൽ കളക്ടർ, അതുമല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ, അതുമല്ലെങ്കിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ, അതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സ്റ്റൈപ്പൻഡറി മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ താലൂക്ക് മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ എക്സ്ട്രാ അസിസ്റ്റന്റ് കമ്മീഷണർ, ഇത്രയും വരും. ഇനി ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ്, അതും അല്ലെങ്കിൽ പ്രസിഡൻസി മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ റവന്യൂ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തഹസിൽദാർ ആൻഡ് സബ് ഡിവിഷണൽ ഓഫീസർ ഓഫ് ദി ഏരിയ വെയർ കാൻഡിഡേറ്റ് ഓർ ഹിസ് ഫാമിലി റിസൈഡ്സ്. അപ്പം നമ്മളെ ഫാമിലി അല്ലെങ്കിൽ കാൻഡിഡേറ്റ് എവിടെയാണോ താമസിക്കുന്നത് ആ ഏരിയയിലുള്ള സബ് ഡിവിഷണൽ ഓഫീസർ, നമുക്ക് ഏറ്റവും നല്ലത് തഹസിൽദാറിനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ബാക്കി മേലോട്ട് പോകേണ്ട കാര്യമില്ല. റവന്യൂ ഓഫീസർ, അതായത് റാങ്ക് തഹസിൽദാറിന് താഴെ പോവാത്ത റാങ്കിലുള്ളവർ വേണം സർട്ടിഫൈ ചെയ്ത് തരാണ്. അപ്പം തഹസിൽദാറിനെ കൊണ്ട് നിങ്ങൾ സർട്ടിഫൈ ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഫോർമാറ്റ് കംപ്ലീറ്റ്ലി ഞാൻ വായിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി EWS സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരരുത്. ഓക്കെ, ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് നമ്മുടെ NTPC കോഴ്സസിന് മെഗാ സെയിൽ നടക്കുകയാണ്. അതായത് എല്ലാ NTPC എക്സാം പ്രോഡക്ട്സിനും നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ആക്സസ് ചെയ്യുക. കാരണം നമുക്ക് വന്നിരിക്കുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വെറുതെ കളയരുത്. അപ്പോൾ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ബാച്ച് എടുക്കാൻ Ada24/7 മലയാളം കൊടുക്കുക. അതിൽ ഫസ്റ്റ് ലിങ്കിൽ പോവുക. ഇതിൽ കുറച്ചൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ബാച്ച് കാണാം, RRB NTPC. അത് October 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 അവേഴ്സിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ഉണ്ട്, 30 ടെസ്റ്റ് സീരീസുകളുണ്ട്, 48 ബുക്കുകളുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 3529 പക്ക സിലബസ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ബാച്ചാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ലൈവ് കാണാൻ പറ്റാത്തവർക്ക്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ബൈ നൗ കൊടുക്കുക, Y340 കൊടുക്കുക. Y340 കൊടുക്കുമ്പോൾ 2929 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു
ഒരു വെൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. October 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മടിച്ചു നിൽക്കരുത്, നമുക്കൊരു പോസ്റ്റ് മതി. അപ്പോൾ ആ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഡ്രീം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതിലേക്കും താങ്ക് യു, ബൈ.